ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ രാവിലെ തന്നെ പാലപ്പത്തിനുള്ളത് അരച്ചെടുക്കാൻ പോയി. അപ്പോൾ ഇത് തലേദിവസം ഞാൻ കുതിർത്ത് വെച്ചിരുന്ന അരിയാണ്. അരി മാത്രമല്ല, അരിയുടെ കൂടെ തേങ്ങയും ചോറും ഈസ്റ്റും പഞ്ചസാരയും കൂടെ ആണ് ഇട്ടിരുന്നത്. എന്നിട്ടാണ് അത് പിറ്റേ ദിവസം രാവിലെ എടുത്ത് അരയ്ക്കുന്നത്. അപ്പോൾ ഞാനിത് 2 ബാച്ചായിട്ട് അരച്ച് എടുക്കുകയാണ്. ഇനിയിപ്പോൾ ഇതിലേക്ക് 1 സ്പൂൺ പഞ്ചസാരയും പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് കലക്കി വെക്കും. പിന്നെ 1 മണിക്കൂറിന് ശേഷം മാവ് നന്നായിട്ട് പൊങ്ങി വരുമ്പോൾ നമുക്കതെടുത്ത് പാലപ്പം ഉണ്ടാക്കാം. ഈ ഒരു പാലപ്പം ഉണ്ടാക്കുന്നതിൻ്റെ റെസിപ്പി എന്നോട് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിട്ട അളവിൻ്റെ കാര്യം എങ്ങനെയാണെന്ന് വെച്ചാൽ 2 ഗ്ലാസ് പച്ചരിയാണ് ഇടുന്നതെങ്കിൽ അതിനകത്ത് ഒരു വലിയ ഒരു തേങ്ങയാണെങ്കിൽ അതിൻ്റെ അരമുറി തേങ്ങ ചിരകിയതും പിന്നെ ഒരു 1/2 കപ്പ് ചോറും 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും പിന്നെ അല്പം ഈസ്റ്റും കൂടെ ചേർത്തിട്ടാണ് ഞാൻ വെള്ളത്തിലിട്ട് തലേ ദിവസം വെക്കുന്നത്. പിറ്റേ ദിവസം രാവിലെ ഇപ്പം ഞാൻ ചെയ്തില്ലേ അതുപോലെ അരച്ച് വെക്കും. എന്നിട്ട് മധുരം വേണമെന്നുണ്ടെങ്കിൽ മാത്രം 1 സ്പൂൺ പഞ്ചസാര ചേർക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നമുക്കിത് കലക്കി വെക്കണം. എന്നിട്ട് 1 മണിക്കൂറിന് ശേഷം നമുക്ക് പാലപ്പം ചുട്ടെടുക്കാം. പിന്നെ ആ രീതിക്കാണ് ഞാൻ ഇപ്പോൾ ചെയ്ത് വെച്ചത്. അപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞ് നമുക്കിനി പാലപ്പം ചുട്ടെടുക്കാം. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ തലേ ദിവസം വെള്ളത്തിലിട്ട് വെക്കുന്ന ആ വെള്ളം മാത്രമേ നമ്മൾ അരയ്ക്കാനായിട്ട് എടുക്കുകയുള്ളൂ. പിറ്റേ ദിവസം നമ്മൾ അഡീഷണൽ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യവും വരുന്നില്ല. അപ്പോൾ അതേ ഞാൻ പാലപ്പം ഇവിടെ ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് മുട്ട റോസ്റ്റ് ആണ്. അപ്പോൾ ഞാൻ മുട്ട റോസ്റ്റ് ആദ്യമേ ഉണ്ടാക്കി വെച്ചു. അപ്പോൾ 1 മണിക്കൂറിന് ശേഷം പാലപ്പവും ചുട്ടെടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ രാവിലത്തെ കാപ്പൂടിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു കേട്ടോ. പിന്നെ അതിനുശേഷം ഇതിപ്പോൾ ഒരു ഞായറാഴ്ച ദിവസത്തെ വീഡിയോ ആണ്. അപ്പോൾ ബീഫ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കുക്കറിൽ ബീഫാണ് അടുപ്പത്ത് വെച്ചത്. എന്തെങ്കിലും ഇപ്പോൾ ചപ്പാത്തി കഴിക്കാനോ അല്ലെങ്കിൽ രാവിലെ എന്താണോ ഉണ്ടാക്കുന്നത് അതിൻ്റെ ബാലൻസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിൻ്റെ കൂടെ ഇറച്ചി കറി ഉണ്ടെന്നുണ്ടെങ്കിൽ ഗ്രേവി എന്തായാലും വേണം. അപ്പോൾ അതുകൊണ്ടാണ് തേങ്ങ വറുത്തരച്ച് കറി വയ്ക്കുന്നത്. അപ്പോൾ മക്കളും കൂടെ സഹായിക്കുന്നുണ്ട്. എല്ലാം അരിഞ്ഞൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനത് വഴറ്റുവാണ്. അപ്പോൾ കുക്കറിൽ ഇറച്ചി വേകാനൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ തേങ്ങ വറുത്ത് വെച്ചിരിക്കുകയാണ്. അത് ചൂടാറിയതിന് ശേഷം അതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ കറികളും എല്ലാം റെഡിയായി കൊണ്ടിരിക്കുകയാണ്. പിന്നെ കുറച്ച് മല്ലിയില അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് മെഴുക്ക് പുരട്ടാനായിട്ട് അച്ചിങ്ങയാണ് കേട്ടോ. അച്ചിങ്ങയുടെ കൂടെ ഒരു ചെറിയൊരു സവോള അരിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതേ നമ്മൾ വഴറ്റിയതിൻ്റെ കൂടെ തക്കാളി പിന്നെ ഒരു ഉരുളക്കിഴങ്ങും ചേർത്തിട്ടുണ്ടായിരുന്നു. ഇതിനിടയ്ക്ക് വേറെയും പണികളൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ വീട്ടിൽ എന്തെല്ലാം പണികളാണല്ലേ, ചെയ്താലും തീരാത്ത പണികളാണ്. അപ്പോൾ അതിനിടയ്ക്ക് കുറേ പണികളൊക്കെ ആയിട്ട് അങ്ങനെയും പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിനിടയ്ക്ക് എന്ന് വെച്ചാൽ കുഞ്ഞുവാവയ്ക്ക് ചെറിയ വഴക്കൊക്കെ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറേ സമയം കുഞ്ഞുവാവിനെയും കൊണ്ട് നടന്ന് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ വന്നിട്ട് ബാക്കി ജോലികളൊക്കെ ചെയ്തത്. പിന്നെ രാവിലെ നമുക്കൊരു പണി കിട്ടിയിട്ടുണ്ടായിരുന്നു. തുണികളൊക്കെ വിരിക്കാനൊക്കെ ചെന്നപ്പോഴത്തേക്കും നമ്മുടെ അഴയെല്ലാം പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നേ. പൈപ്പിൽ ഇങ്ങനെ ക്ലാമ്പ് വെച്ചിട്ടാണല്ലോ അത് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. അതെല്ലാം പൊട്ടിയിട്ട് തുണികളെല്ലാം താഴെ വീണിട്ടുണ്ടായിരുന്നു. മുകളിലൊരു 3-4 റോപ്പ് ഇങ്ങനെ വലിച്ചു കെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ആ ഒരു പൈപ്പ് പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പറ്റാവുന്ന പോലെ ഒരു ചായച്ച് ഇങ്ങനെ കെട്ടി വെച്ചിട്ട് തുണിയൊക്കെ ഇട്ട് പിന്നെ കുറച്ച് തുണികളെ അതുകൊണ്ട് ഇടാൻ പറ്റുള്ളൂ. ബാക്കിയെല്ലാം ബക്കറ്റിലാക്കി വെച്ചിരിക്കുകയായിരുന്നേ. അതെല്ലാം കഴിഞ്ഞ് അടുക്കളയിൽ വന്നിട്ട് പിന്നെ ബാക്കി ജോലികളാണ്. കറികൾ ഇതൊക്കെ അടുപ്പത്ത് വെച്ചിട്ടായിരുന്നു പോയത്. ഈ ഒരു വീഡിയോ എടുക്കുമ്പം എൻ്റെ ഫോണിൻ്റെ ഞാൻ ഫ്രണ്ട് ക്യാമറയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ബാക്ക് ക്യാമറ വെച്ചിട്ട് അത്രയ്ക്ക് അങ്ങോട്ട് ക്ലാരിറ്റി പോരായിരുന്നു. അപ്പോൾ അതാണ് വലത് കൈ കൊണ്ട് തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ. ഇടത് കൈയായിട്ടാണ് നിങ്ങൾക്ക് തോന്നുന്നത്. അപ്പോൾ അതൊന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇപ്പോൾ ഫോൺ ചെറിയൊരു കംപ്ലൈൻ്റ് ഒക്കെ ആയിട്ടിരിക്കുകയായിരുന്നു. കുറച്ച് ദിവസമായിട്ട് എനിക്കത് യൂസ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. പിന്നെ ഓണാക്കുന്ന ബട്ടൺ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ കടയിൽ കൊണ്ട് കൊടുത്തിട്ടൊക്കെയാണെന്ന് റെഡിയാക്കിയൊക്കെ എടുത്തത്. എന്തായാലും ക്ലാരിറ്റി അത്രയ്ക്ക് അങ്ങ് പോരാ. എങ്കിലും ഉള്ളത് വെച്ചിട്ടൊക്കെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തൊക്കെയാണ് വീഡിയോ ഇടുന്നത്. അപ്പം നമ്മുടെ ബീഫ് കറി റെഡിയായി. തേങ്ങ വറുത്തരച്ച് വെച്ച ബീഫ് കറിയാണ്. അപ്പോൾ കുറച്ച് മല്ലിയിലയും കൂടെയൊക്കെ ഇട്ട് ഒക്കെ സെറ്റാക്കിയൊക്കെ എടുത്ത് അപ്പം അതിന് ശേഷം ഞാൻ ആ മെഴുക്ക് പുരട്ടിയും ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഊണ് കഴിക്കാൻ സമയമായപ്പോഴത്തേക്ക് മക്കൾക്ക് ആദ്യമേ കഴിക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു.
ഈ സമയത്ത് ഞാൻ എന്തെന്ന് ചോദിച്ചെന്നേ, ഞാൻ കുഞ്ഞുമാവയുടെ കൂടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുകയായിരുന്നു. ഫോട്ടോയും വീഡിയോസൊക്കെ എടുത്തിട്ട് അങ്ങനെ ഇരുന്നേ. അപ്പോൾ അങ്ങനെ കുറേ സമയമൊക്കെ പോയി. പിന്നെ ഊണ് കഴിച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞങ്ങൾ അഴ കെട്ടാൻ വേണ്ടിയിട്ട്, ഞാൻ പറഞ്ഞില്ലേ അഴ പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നേ, അതിൻ്റെ ആ ക്ലാമ്പ് വിട്ടുപോയിട്ടുണ്ടായിരുന്നു. ഒരു പൈപ്പിൻ്റെ ക്ലാമ്പ് വിട്ടുപോയി. ഇനിയിപ്പോൾ അത് ടെറസിൽ അത് നമുക്ക് വേറൊരെണ്ണം വാങ്ങിച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്തൊക്കെ എടുക്കണം. അപ്പോൾ തൽക്കാലം ആവശ്യത്തേക്ക് എനിക്ക് കുറച്ച് തുണികളൊക്കെ ഒന്ന് വിരിക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ചേട്ടായി ആ മാവിൻ്റെ കമ്പയിലേക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വെച്ച് തരാമെന്നൊക്കെ പറഞ്ഞ് വലിച്ച് കെട്ടിത്തരാമെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണേ. അപ്പോൾ ദേ നല്ല മഴക്കോളുണ്ട്. ഇനിയിപ്പോൾ ഒന്നും വിരിക്കാനൊന്നും പറ്റത്തില്ല. തുണികളൊന്നും ഇട്ടിട്ട് വലിയ കാര്യമൊന്നുമില്ല. നല്ല മഴ വെച്ച് വരുന്നത്, നല്ല മഴക്കാറാണ്, നല്ല കാറ്റും അടിക്കുന്നുണ്ടേ. അപ്പോൾ ഇനിയിപ്പോൾ തുണികളെല്ലാം കൊണ്ടുചെന്ന് അകത്ത് സ്റ്റെയറിൻ്റെക്കല എവിടെയെങ്കിലുമൊക്കെ ഒന്ന്, ചെറിയ അഴയുണ്ട്, ഒന്ന് വിരിച്ചിടാമെന്നൊക്കെ ഒന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ അത് പറ്റുമോ, അത് ചെയ്യാൻ നടക്കുമോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ പോയി കുറച്ച് സമയം നിന്നിട്ടുണ്ടായിരുന്നു. നല്ല കാറ്റടിച്ചതിനോടൊപ്പം തന്നെ മഴയും വീഴാൻ തുടങ്ങി. പിന്നെ ഞങ്ങൾ കയറിപ്പോന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയുള്ളൂ. വീണ്ടും അടുത്ത വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.